എനിക്ക്. കേവലം സ്വത്തിനും പണത്തിനും ആഗ്രഹിച്ച് നടന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി മോളെ. ഒരു കാരണവശാൽ ഇവളെ ഈ വീടിനകത്ത് കയറ്റരുതെന്ന് കരുതിയിരുന്നവനാ ഞാൻ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോല അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിയാണ്. നമ്മുടെ ദുർഗാമ്മ ഇപ്പോൾ അടിമുടി മാറിക്കഴിഞ്ഞു. ദുർഗാമ്മ നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത് വന്ന് കുഞ്ഞിനെയൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട്, മോൾ എന്നോട് എല്ലാം ക്ഷമിക്കണം, ഞാൻ സ്വത്തിനും പണത്തിനും വേണ്ടി കുറേയധികം ക്രൂരതകൾ ചെയ്തു കൂട്ടിപ്പോയി, ഇനി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ മഞ്ജു ആട്ടിപ്പായിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ദുർഗാമ്മയെ. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനി എന്നെ സ്വന്തം മരുമകളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ മാത്രം ഞങ്ങൾക്കൊപ്പം നിന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ദുർഗാമ്മ എല്ലാം സമ്മതിച്ച് നമ്മുടെ കണ്ണൻ്റെ കൂടെ അവർക്ക് കൂട്ടായിട്ട് ഇനി നിൽക്കുകയാണ്. ദുർഗാമ്മ ഇപ്പോൾ ഒരു പോസിറ്റീവ് ക്യാരക്ടറായിട്ടോ. അപ്പുറത്താണെങ്കിലും നമ്മുടെ ഉണ്ണി മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് സ്വത്തുകളൊക്കെ മേടിച്ചിട്ട് കരുണേനെയും കൊണ്ട് തിരികെ കമലേശ്വരത്തേക്ക് വരികയാണ്. അപ്പൊ കരുണേനെയും കൊണ്ട് ഉണ്ണി വരുന്നത് കാണുമ്പോൾ തന്നെ ദുർഗാമ്മ അവിടെ ആട്ടിപ്പായിക്കുന്നുണ്ട്. മേലാൽ ഈ കുടുംബത്തിൽ കയറി പോരുതെന്നും പറഞ്ഞ് അവളെ പടി കയറ്റാതെ വിടുന്നുണ്ട്. അപ്പത്തേക്കും കണ്ണനും വരുന്നുണ്ട്. കണ്ണനും പറയുന്നുണ്ട്, നീ ഇവളെയും കൊണ്ട് ഈ കുടുംബത്തിൽ കയറാനാണെങ്കിൽ കരുണയ്ക്കൊപ്പം നീയും ഈ പടി ഇറങ്ങി പൊക്കോളണം എന്നും പറഞ്ഞ് നമ്മുടെ കണ്ണനും നല്ല വർത്താനമൊക്കെ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ ഉണ്ണി കരുണേനെയും കൊണ്ട് വേറെ എങ്ങോട്ടൊക്കെയോ പോകുവാണ്. അപ്പൊ ഇവരെ ഫോളോ ചെയ്ത് മാർക്കോ പോകുന്നു. മാർക്കോ ഇവരുടെ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് എന്തൊക്കെയോ പറയാൻ ഭീഷണിപ്പെടുത്താനൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പൊ മാർക്കോനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉണ്ണിയും കരുണയും കൂടി പാടെ ഞെട്ടി നിൽക്കുന്നുണ്ടേ. ഇനി അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാട്ടോ. കാത്തിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.